മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ പ്രതാപനെ കാണാൻ വന്ന മഹാലക്ഷ്മിയും കണ്ണനെ കാണിക്കുന്നു. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, നിൻ്റെ ഭർത്താവ് സ്ഥിരം വീൽ ചെയറിലാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ മോൻ വീൽ ചെയറിലിരിക്കുന്ന കണ്ട് സന്തോഷിക്കാൻ വന്നതല്ലേ എന്ന് ആക്കി ചോദിക്കുമ്പം മഹാലക്ഷ്മി പറയുന്നു, അത് തന്നെയാണ്, വീൽ ചെയറിലിരിക്കുന്ന കണ്ട് സന്തോഷിക്കാൻ വന്നയാന്നൊക്കെ തിരിച്ചു പറയുന്നു. അത് കേട്ട് മോഹിനിയമ്മയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമാകുന്നു. പിന്നീട് മോഹിനിയമ്മയും കണ്ണ ഒരുപാട് സംസാരിക്കുന്ന കാണിക്കുന്നുണ്ട്. അന്നേരം മോഹിനിയമ്മ പറയുന്നുണ്ട്, ചികിത്സ എന്തായാലും തുടരണം. ഞാൻ ക്ഷേത്രത്തിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഒരു മുത്തശ്ശിയെ കാണാറുണ്ട്. ആ മുത്തശ്ശി എന്ത് പറഞ്ഞാലും അതുപോലെ സംഭവിക്കാറുണ്ട്. ദൈവിക ശക്തിയുള്ള മുത്തശ്ശിയാണെന്ന് തോന്നുന്നു. മുത്തശ്ശി പറയാറുണ്ട്, നിങ്ങൾക്ക് ഉറപ്പായി ഒരു കുഞ്ഞ് ജനിക്കുമെന്ന്. അന്നേരം കണ്ണൻ പറയുന്നുണ്ട്, ഞാൻ ഇതുവരെ മഹാലക്ഷ്മിയോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഞാനും ഈ അടുത്തിടെ ഒരു സ്വപ്നം കണ്ടു. ഇതുപോലെ എൻ്റെ കയ്യിലിരുന്ന ഒരു അയ്യപ്പൻ്റെ വിഗ്രഹം ആ ആക്സിഡൻറ്റ് പറ്റി എൻ്റെ കയ്യിൽ നിന്ന് തെറിച്ചു പോയി. ആ അയ്യപ്പൻ്റെ വിഗ്രഹം അന്നേരം എൻ്റെ കയ്യിൽ നിന്ന് തെറിച്ചു പോയി ജീവനുള്ളൊരു ശക്തിയായിട്ട് ഉയർന്ന് മറഞ്ഞു പോയതുപോലെയൊക്കെ എനിക്ക് തോന്നിയെന്ന് പറയുമ്പോൾ മോഹിനിയമ്മയ്ക്കും മഹാലക്ഷ്മിക്കും ഭയങ്കര ഞെട്ടലാവുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഈ അടുത്തിടയ്ക്ക് കണ്ട സ്വപ്നത്തിൽ എനിക്കും മഹാലക്ഷ്മിക്കും ധാരാളം കുഞ്ഞുങ്ങൾ ജനിച്ച് ഞങ്ങളുടെ ചുറ്റും ഓടിക്കളിക്കുന്നതായിട്ടൊക്കെ ഞാൻ കാണാറുണ്ട്. എപ്പോഴും ഇയാൾ കുട്ടികളെ പറ്റി പറയുന്നത് കൊണ്ടാവും അങ്ങനെ ഒരു സ്വപ്നം കണ്ടതെന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നത്, നല്ല കണ്ണേട്ടാ, ഉറപ്പായിട്ടും നമുക്ക് കുട്ടികൾ ജനിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ട് എന്നൊക്കെ പറയുന്നു. നമുക്ക് എന്തായാലും ഇപ്പം ക്ഷേത്രത്തിലൊന്ന് പോകാൻ എനിക്കിപ്പം ദേവിയെ കണ്ടോളാൻ തോന്നുന്നുണ്ട്. അന്നേരം കണ്ണനും സമ്മതിച്ച് രണ്ടുപേരും കൂടി പോകുന്നത് കാണിക്കുന്നു. അതേസമയം ലോക്കപ്പിൽ ഇങ്ങനെ മാർക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതായിട്ട് കാണിക്കുന്നു. അതേസമയം മാർക്കോയുടെ സ്ഥിരം വക്കീൽ മാർക്കോയെ കേസ് അന്വേഷിക്കുന്നതിനായിട്ട് വന്ന് തിരക്കുന്നുണ്ട്. വക്കീലിൻ്റെ വർത്തമാനത്തിലും വലിയ പ്രതീക്ഷയൊന്നുമില്ല. കാരണം പെൺകുട്ടിയെ ശല്യപ്പെടുത്താൻ ശ്രമിച്ചതിന് അവൾ പരാതി കൊടുത്ത കേസായതുകൊണ്ട് തന്നെ കൂടുതൽ ബലപ്പെടാൻ ചാൻസ് ഉണ്ട്. ഈ ഇടയ്ക്ക് തന്നെ നീ ഒരു അമ്മാവനെ രക്ഷിക്കാൻ നോക്കി, എന്നിട്ട് എന്തായി? ആ അമ്മാവൻ്റെ മകൻ നീയാണ് ആ അമ്മാവനെ ആക്സിഡൻറ്റ് പറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാക്കിയെന്ന രൂപത്തിൽ കേസ് കൊടുത്തില്ലേ എന്നൊക്കെ വക്കീൽ ചോദിക്കുന്നു. അന്നേരം മാർക്കോ പറയുന്നുണ്ട്, ഇതുപോലെ ഞാൻ അമിതമായിട്ട് കേസുകളിലൊന്നും ഇപ്പോൾ ഇടപെടാറില്ല. ഈ ഇടയ്ക്ക് ഞാനൊരു 2 പേരെ ശരിയാക്കി. അന്നേരം വക്കീൽ ചോദിക്കുന്നുണ്ട്, നീ എങ്ങനെ അധികം ആരെയും ഉപദ്രവിക്കാത്തതായിരുന്നല്ലോ, പിന്നെന്ത് പറ്റി? അന്നേരം പറയുന്നു, അവർ രണ്ടും അത്ര കുഴപ്പക്കാരായിരുന്നു. എന്നെ ഇപ്പം കേസിൽ കുടുക്കിയത് അവരുമായി ബന്ധമുള്ള ആരോ ആണെന്ന് എനിക്കൊരു തോന്നലുണ്ട്. എന്നെ തിരക്കി ഒരുത്ത ഇവിടെ വന്നിരുന്നു. അവൻ്റെ വർത്തമാനത്തിലും പെരുമാറ്റത്തിലും അവരുമായി ബന്ധമുള്ളവരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ആരാണെന്നും തിരക്കണം. വക്കീൽ വലിയ പ്രതീക്ഷയൊന്നും കൊടുക്കാത്തത് കൊണ്ട് തന്നെ മാർക്കോയ്ക്കും വക്കീലിൻ്റെ വർത്തമാനത്തിൽ ഇത് അത്രയ്ക്ക് സ്ട്രോങ് ആയ കേസായതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ഒരു ജയിലിൽ നിന്ന് മോചനം ഇല്ലെന്ന് മനസ്സിലായി. എന്തായാലും ജയിലിൽ പോകേണ്ട അവസ്ഥയാണെന്ന് മനസ്സിലായി. ശേഷം കാണിക്കുന്നത് മഹാലക്ഷ്മിയും കണ്ണനും ക്ഷേത്രത്തിൽ വന്ന് തൊഴുവാനായിട്ട്. അന്നേരം കണ്ണൻ പറയുന്നുണ്ട്, അനന്തും ഉണ്ടായിരുന്നെങ്കിൽ അവൻ എന്നെ എടുത്തുകൊണ്ട് അകത്ത് കൊണ്ടുപോയി തൊഴിയിച്ചാനെ, ഇപ്പം തനിക്ക് പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നു, ചേട്ടനുണ്ട്, ആ വണ്ടി ഓടിച്ച ചേട്ടനെ നമുക്ക് അകത്തേക്ക് കണ്ണേട്ടനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വിളിക്കാമെന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, അത് വേണ്ട, ഞാൻ പുറത്ത് നിന്ന് തനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചോളാം. അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇതുപോലെ കണ്ണേട്ടൻ നടക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ സ്വപ്നങ്ങൾ സഫലമാകുന്നതിന് വേണ്ടിയിട്ടും മാർക്കോയ്ക്ക് വേണ്ടിയിട്ടും എനിക്ക് പ്രാർത്ഥിക്കണം. അന്നേരം കണ്ണ ആശ്ചര്യത്തോടെ നോക്കുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്തായാലും കരുണയുടെ അച്ഛനെയും വാമദേവനെയൊക്കെ മാർക്കോ ഇതുപോലെ ഉപദ്രവിച്ചതായതുകൊണ്ട് മാർക്കോയെ ഏത് വിധത്തിലും അവർ ഉപദ്രവിക്കാൻ ചാൻസ് ഉണ്ട്. മാർക്കോ വളരെ നല്ല മനസ്സിനുടമയായതുകൊണ്ട് തന്നെ മാർക്കോയ്ക്ക് ഒരു ആപത്തും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ പ്രാർത്ഥനയിൽ മാർക്കോയും ഇപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്നു. അങ്ങനെ മഹാലക്ഷ്മി അകത്തേക്ക് പോയി പ്രാർത്ഥിക്കുന്നു. കണ്ണൻ പുറത്ത് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടേക്ക് നമ്മുടെ മുത്തശ്ശി വരുന്നുണ്ട്, ദേവി മുത്തശ്ശി. മുത്തശ്ശി മോനെ എന്ന് വിളിക്കുമ്പം കണ്ണൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ മുത്തശ്ശിയെ കണ്ടപ്പം കണ്ണൻ ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശി ഇതുപോലെ, മോനെ ഈ ഇടയ്ക്ക് അപകടത്തിൽ നിന്ന് രക്ഷിച്ച ഒരു ചെറുപ്പക്കാരനില്ലേ, അവനും ഇപ്പോൾ ആപത്തിൽപ്പെട്ട് നിൽക്കുക, ആ മോനെ നീ രക്ഷിക്കണമെന്നൊക്കെ പറയുന്നത് കാണിക്കുന്നു. അന്നേരം കണ്ണൻ ചോദിക്കുന്നുണ്ട്, മാർക്കോയാണോ, അവൻ എന്ത് അപകടമാണ് സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് മോന് വഴിയെ മനസ്സിലാകുമെന്ന് മുത്തശ്ശി പറയുന്നു. എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, ഒരു വെള്ളി നാണയം ദക്ഷിണയായിട്ട് വെക്കും മോനെ, പ്രസാദം തരാമെന്നൊക്കെ പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, ഇപ്പം വെള്ളി നാണയങ്ങളൊന്നും അങ്ങനെ കൊണ്ട് നടക്കാറില്ല. അന്നേരം മോൻ്റെ പോക്കറ്റിൽ കൈയിട്ട് നോക്ക്, എന്തായാലും ഒരു വെള്ളി നാണയം കാണാതിരിക്കില്ലെന്ന് പറയുമ്പം പോക്കറ്റിൽ കൈയിട്ട് നോക്കുമ്പം സൂക്ഷ്മം പോലെ ഒരു വെള്ളി നാണയം. കണ്ണൻ ആകെ അത്ഭുതമാകുന്നുണ്ട്. കാരണം കണ്ണന് അങ്ങനൊരു നാണയത്തെ പറ്റി അറിയില്ലായിരുന്നു. നേരം മുത്തശ്ശി പറയുന്നുണ്ട്, മുമ്പ് കാണാൻ മോൻ എടുത്തിട്ടതായിരിക്കും, മോൻ മറന്നു പോയതായിരിക്കും എന്നൊക്കെ പറയുന്നു. അന്നേരം കണ്ണനൊരു പഴയ കാര്യം ഓർമ്മ വരുന്നുണ്ട്. ഇതുപോലെ കണ്ണൻ്റെ പിറന്നാളിന് അച്ഛനും കണ്ണനുമായിട്ട് ഇങ്ങനെ ക്ഷേത്രത്തിൽ തൊഴുവാൻ വന്നിരിക്കുമ്പോൾ ഇതേ ദേവി മുത്തശ്ശിയെ പണ്ട് കണ്ണൻ കണ്ടിട്ടുണ്ട്. അന്നേരം പറയുന്നുണ്ട്, ഒരു വെള്ളി നാണയം ഇട്ട
ഒരു പിറന്നാൾ സമ്മാനം തീർച്ചയായിട്ടും നൽകാമെന്ന് പറഞ്ഞ് ഒരു അയ്യപ്പൻ്റെ വിഗ്രഹം സമ്മാനമായിട്ട് കൊടുത്തു. ഈ മുത്തശ്ശി തന്നെയായിരുന്നു അതെന്നുള്ള കാര്യം കണ്ണൻ ഓർമ്മ വരുന്നുണ്ട്. ശേഷം ഇങ്ങനെ മാർക്കോയുടെയൊക്കെ കാര്യം പറഞ്ഞ് കണ്ണൻ പറയുന്നുണ്ട്, മുത്തശ്ശി ഒന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് കാണണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. മുത്തശ്ശിയെ ഫോട്ടോ എടുത്ത് കൊണ്ടുവന്ന് കാണിക്കുമ്പോഴൊക്കെ മുത്തശ്ശി ആ ഫോട്ടോയിൽ നിന്ന് മറഞ്ഞു പോകുന്നുണ്ട്. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെ വരാൻ ചാൻസ് ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നു. അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട് ഞാൻ അവിടേക്ക് ഇരിക്കാം, മഹാലക്ഷ്മി വരുമ്പം ഒരുമിച്ച് കാണാമെന്നുള്ള രൂപത്തിൽ സംസാരിച്ചിട്ട് പോകുന്നുണ്ട്. ശേഷം മഹാലക്ഷ്മി ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കണ്ണൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് എന്തെത്ര സന്തോഷം, അത് നീ അങ്ങോട്ട് നോക്ക്, അപ്പം മനസ്സിലാവും എൻ്റെ സന്തോഷത്തിൻ്റെ കാര്യം എന്താണെന്ന്. അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ മഹാലക്ഷ്മിക്കൊന്നും മനസ്സിലാവുന്നില്ല. അന്നേരം കണ്ണൻ ചോദിക്കുന്നുണ്ട് നിനക്കൊന്നും മനസ്സിലായില്ല, അവിടെ ആരെയും കാണുന്നില്ലെന്ന് ചോദിക്കുമ്പം മഹി പറയുന്നുണ്ട് ആരെയും കാണുന്നില്ല. അപ്പം കണ്ണനും അങ്ങോട്ടേക്ക് നോക്കുമ്പം മുത്തശ്ശിയെ അവിടെ കാണാനില്ല. അന്നേരം കണ്ണൻ പറയുന്നുണ്ട് ഇതുപോലെ ദേവി മുത്തശ്ശിയെ കണ്ടിരുന്നു, താൻ വരുമ്പം നമുക്ക് ഒരുമിച്ച് കാണണമെന്ന് പറഞ്ഞ് മുത്തശ്ശിയോടെ പറഞ്ഞിരുന്നതാ, ഇപ്പം മുത്തശ്ശി കാണാനില്ല. അന്നേരം മഹി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞിരുന്നില്ലേ കണ്ണേട്ടാ, മുത്തശ്ശി ദൈവിക ശക്തിയുള്ള മുത്തശ്ശിയാ, നിസ്സാരക്കാരിയല്ല, മുത്തശ്ശി പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അന്നേരം കണ്ണൻ പറയുന്നുണ്ട് മഹിയുടെ പൂജാമുറിയിലിരിക്കുന്ന അയ്യപ്പൻ്റെ വിഗ്രഹം ഈ മുത്തശ്ശി പണ്ട് എനിക്ക് സമ്മാനിച്ചതാണെന്ന് എൻ്റെ ഓർമ്മ. കാരണം അതേ ദൈവിക ചൈതന്യം ആ വിഗ്രഹത്തിനുമുണ്ട്. തനിക്കത് എവിടുന്നെങ്കിലും കളഞ്ഞു കിട്ടിയതാണോ അന്ന് ചോദിക്കുമ്പം മഹാലക്ഷ്മി ആകെ ഷോക്കാവുന്നു. ഒരുപോലത്തെ വിഗ്രഹം ഒരുപാടില്ലേ കണ്ണേട്ടാ, അത് ഞാൻ പൈസയ്ക്ക് മേടിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം കണ്ണൻ പറയുന്നുണ്ട് ഇതുപോലെ അന്ന് എനിക്ക് കിട്ടിയത് പുതിയ വിഗ്രഹമായിരുന്നില്ലേ, ആക്സിഡൻറ്റ് പറ്റി എവിടെയെങ്കിലും കിടന്നത് കണ്ടിട്ട് ആരെങ്കിലും എടുത്ത് കടയിൽ കൊണ്ടുപോയി വിറ്റ് അതായിരിക്കും താൻ മേടിച്ചെന്നൊക്കെ പറയുമ്പം മഹി ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ച് ക്ഷേത്രത്തിൽ നിന്ന് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ശേഷം പോലീസ് സ്റ്റേഷനിൽ വീണ്ടും ഓഫീസർ മാർക്കോയ്ക്ക് 2 പുസ്തകങ്ങൾ കൊണ്ട് സമ്മാനിക്കുന്നു. താൻ എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ട് തന്നെ അങ്ങനെ കൈവിടാൻ എനിക്ക് സാധിക്കില്ല. നാളെ ഒരു ദിവസം കൂടി രക്ഷപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ട്, ഏതെങ്കിലും രൂപത്തിൽ രക്ഷപ്പെടാൻ നോക്ക് എന്നൊക്കെ പറയുമ്പോൾ മാർക്കോ പറയുന്നുണ്ട് വക്കീലിന് പോലും വലിയ പ്രതീക്ഷയില്ല, ഒരാണിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും വലിയ വജ്രായുധമാണ് ഒരു പെണ്ണ് കേസ് കൊടുക്കുന്നത് എന്നൊക്കെ പറയുന്നു. ശേഷം പറയുന്നുണ്ട് എന്നെ ഇന്നൊരു രാത്രി പുറത്തു വിടാമെന്നുണ്ടെങ്കിൽ ഈ കേസ് നിസ്സാരം പോലെ ഞാൻ തെളിയിക്കാമെന്നൊക്കെ പറയുമ്പം ഓഫീസർ പറയുന്നുണ്ട് എൻ്റെ ജോലി അത് അവതാളത്തിലാകും, എൻ്റെ ജോലി കൊടുക്കാൻ വേണ്ടിയിട്ടാണോ നീ പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെ മാർക്കോയെ രക്ഷിക്കാൻ കണ്ണൻ ഉറപ്പായിട്ടും എത്തുമെന്നുള്ള ആ ഒരു ഇത് കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.